വന്യമൃഗ ആക്രമണം തടയണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പ്രവർത്തകർ ഓഫീസിനുള്ളിൽ കടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കിയെങ്കിലും പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ നീക്കി. മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ശുചീകരണ തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാര തുക നൽകുക, വന്യമൃഗശല്യം തടയാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. സമരത്തിനിടയിൽ പ്രവർത്തകർ വനംവകുപ്പ് ഓഫീസിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. തുടർന്ന് വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേൽ സമരക്കാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. இன்னைக்கு காலையில் வேஸ்ட் மேனேஜ்மெண்ட்டுடைய பாகமாக மூணார் பஞ்சாயத்து மெயின்டைன் பண்ணக்கூடிய குப்பைக்குழியில் வேலை செய்யக்கூடிய துப்புரவு பணியாளி ஒரு பெண்மணியை யானை தாக்கி அவங்களுடைய கால் முற்றிலுமாக சேதமடைஞ்சிருக்கு. இதை கண்டித்து கொண்டும் தொடர்ச்சியாக வனவிலங்குகள் நம்முடைய பகுதியில் இருக்கக்கூடிய தோட்டம் தொழிலாளிகளானாலும் சரி, வாகன ஓட்டிகளானாலும் சரி, ராத்திரியில் அவங்களால பயணிக்க முடியல, அவங்களுடைய வேலைகளை நிம்மதியாக செய்ய முடியல, விவசாயம் பண்ண முடியல, தொடர்ச்சியாக அவங்க மிகப்பெரிய அவல நிலைக்கு தள்ளப்பட்டிருக்காங்க. இதை கண்டித்து கொண்டு இங்கே இருக்கக்கூடிய ஆர்ஆர்டி டீம் ஆனாலும் சரி, பீட் ஃபாரஸ்டர் ஆனாலும் சரி, ரேஞ்சர் ஆனாலும் சரி, அவங்களுடைய கடமைகளை நல்ல ரீதியில் செய்யணும், കറക്റ്റാ ചെയ്യണം, சரியான മുറയിൽ ചെയ്യണം. കെ.വി. സമ്പത്ത്, ഷജിൻ ആന്റണി, ഹരിസുധൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ, നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള വിഷൻ, എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.